കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം തന്നെയാണ് കുട്ടി മരിച്ചതെന്ന് അമ്മ രംബീസ. നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിഞ്ഞു. അന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടേഴ്സിനെതിരെ നടപടി വേണമെന്നും അമ്മ രംബീസ ആവശ്യപ്പെട്ടു. ഡെത്തിനുള്ള റീസൺ ഒന്നും ഇതിനില്ല എന്നാണ്. അത് നിങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അതിപ്പോൾ അവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ ഡെത്ത് അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് കുട്ടി ഡെത്തായതെന്നുള്ളത്. അതിനെതിരെ നിയമപരമായിട്ട് സാറിനും DYSP സാറിനും കൊടുത്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ മേഖലയിൽ തന്നെ അതിൻ്റെ ഹെഡിലുള്ള എല്ലാ ആൾക്കാർക്കും പരാതി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം. എൻ്റെ മോൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് എൻ്റെ മോള് ക്ഷീണമാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോലും അവരൊട്ടും ശ്രദ്ധിക്കാതെ അവരെ ഒരു അവഹേളിച്ചാണ് എൻ്റെ മോളെ. ആ ഒരു അവളത്തിൽ എനിക്കെന്താ നഷ്ടമായത്? എൻ്റെ മോള് ഈ 2 മാസം കൊണ്ട് എനിക്ക് ചെറിയ നഷ്ടം. ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ കുട്ടിക്കുണ്ടായിരുന്നില്ലെന്നും താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. പിഴവൊന്നുമില്ല. 10:30 വന്നിട്ട് 2 മണിയാകുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് പിഴവറ്റാണല്ലോ. കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. OP വന്ന കുട്ടിയാണ്. നമ്മളെ പ്രത്യേകിച്ചായിട്ടൊന്നും മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വൈകി എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല, 2 മണിക്കുള്ള അരമണിക്കൂർ ആംബുലൻസിനെ വെയിറ്റ് ചെയ്യാനാണ് വേറൊരു ഡിലേ ഉണ്ടായിട്ട്. ഞാൻ നിങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ 2 ഡയഗ്നോസ് ഫോറൻസിക് എന്നുള്ളതും മറ്റതും മെഡിക്കൽ കോളേജിൽ തന്നെ റിപ്പോർട്ടിൽ ഇതാണ്. അത് അവരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. മെഡിക്കൽ ബോർഡ് കൂട്ടിയിട്ട് അവർ ക്ലാരിഫൈ ചെയ്തേ. എനിക്കതിലൊന്നും പറയാനില്ല. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. മിഥില, ആദ്യം പറഞ്ഞ കാരണങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മാറി. കുടുംബത്തിന്റെ ആരോപണം ശക്തമാകുന്നു, പ്രതിഷേധവും ഉയരുന്നു. കോഴിക്കോട്ടെ 9 വയസ്സുകാരിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിക്കെതിരെ കുടുംബത്തിന്റെ ആരോപണം, പരാതി. മിഥില, കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം എന്ന വാദം ഉയരുന്നുണ്ട്. അതനുസരിച്ച് പല കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയരുകയാണ് താലൂക്ക് ആശുപത്രിക്കെതിരെ. ഗോകുൽ, അമ്മയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അമ്മ പറഞ്ഞ ഒരു കാര്യം, അന്ന് ഈ കുട്ടിയുടെ മരണം സംഭവിച്ച സമയത്ത് കുടുംബം എന്ത് ആരോപണമാണോ ഉന്നയിച്ചത് അതേ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. രാവിലെ 10:15 ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പനിയായിട്ടായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില മോശമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുടുംബം ഉന്നയിച്ച ഒരു ആരോപണം എന്നത് കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ല. വളരെ വേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇത് കാരണമാണ് കുട്ടി മരിച്ചതെന്നാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്നത് എന്താണോ തങ്ങൾ ആദ്യഘട്ടം മുതൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ആ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് നീതി ലഭിച്ചില്ല, ഡോക്ടർമാരുടെ അടുത്തു നിന്നും വേണ്ടത്ര ശ്രദ്ധ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന ഒരു ആരോപണം അവർ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇവർ പരാതി നൽകിയിട്ടുള്ളത്. ഇന്ന് താമരശ്ശേരി DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കുട്ടിയെ അന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യ വകുപ്പിനും ഇവർ ഉടൻ തന്നെ പരാതി നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ചികിത്സാ പിഴവ് അവിടെ ഉണ്ടായിട്ടില്ല, യാതൊരു തരത്തിലുള്ള വൈകലും അവിടെ ഉണ്ടായിട്ടില്ല, കൃത്യമായ ചികിത്സ അവിടെ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ആശുപത്രി സൂപ്രണ്ട് പറയുന്ന ഒരു കാര്യം എന്നത് 2 റിപ്പോർട്ട് നിലവിലുണ്ട്. ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി റിപ്പോർട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി റിപ്പോർട്ടിനകത്ത് കമ്മ്യൂണിറ്റി മെഡിസിൻ റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം എന്നത് കൃത്യമായി തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ട് എന്നാണ്. ഫോറൻസിക് റിപ്പോർട്ട് വരുന്ന സമയത്ത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്താണ് ഈ കുട്ടിയുടെ മരണം ഇത്തരത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 റിപ്പോർട്ടും തമ്മിൽ അവ്യക്തതയുണ്ട്. അതിൽ വ്യക്തത വരുത്തേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജും ഒപ്പം തന്നെ മെഡിക്കൽ ബോർഡുമാണ്. അത് മെഡിക്കൽ ബോർഡ് കൂടി അവർ തീരുമാനിക്കട്ടെ. കുട്ടിക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങളും, അതായത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് പോലെയുള്ള
യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നും സൂപ്രണ്ട് പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. KSU ഇന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ശരി മിഥില, ഏതായാലും രണ്ട് റിപ്പോർട്ടുകളിലെ കാരണങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതിലാണ് ഇപ്പോൾ ആശുപത്രിയുടെ വാദവും. പക്ഷേ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്, നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.